ഒരു ചായക്ക് വേണ്ടി മരുമകളെ വെട്ടിക്കൊന്നിട്ട് ധീരയായിട്ടുള്ള സ്ത്രീയുടെ പോക്ക് നോക്കിക്കേ. അപ്പൊ ഈ സ്ത്രീയെ ന്യായീകരിച്ചിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുകയുണ്ടായി. അതായത് ഇവരുടെ തൊട്ടയലത്തുള്ള ആളുടെ വോയിസ് ആണെന്ന് പറഞ്ഞു ഒരു വോയിസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. തള്ള കൊറേ കാലായിട്ടേ മരുമോള് സത്യത്തിൽ കുറച്ച് മോശമാണ്. തള്ളക്ക് തിന്നാൻ കൊടുക്കായും തള്ളൊരു വെള്ളം എടുത്തെടുക്കാൻ അയക്കൂല, ഗ്യാസുമ്മ കത്തിക്കാൻ അയക്കൂല, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുവേ. അപ്പൊ ഈ മൂപ്പത്തിക്ക് രാവിലെ ഇൻസുലിൻ വെച്ചെടുത്ത് മകൻ പോയതാണ്. ഇൻസുലിൻ വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ഇതിന് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇതിന് വേറെ ഇളകും. അപ്പൊ ഇത് എന്ത് ചെയ്തു, ചായ ഉണ്ടാക്കി ഗ്യാസുമ്മ ഒച്ചയിട്ടാണ്ട് ഇവള് വന്നാണ്ട് ചായക്ക് വെള്ളം വെച്ചത് എടുത്തോടെ ചിന്തിങ്ങൾ അങ്ങനെ ഗ്യാസുമ്മ ചായ ഉണ്ടാക്കി കുടിക്കണ്ട, അതിനൊരു കുയിന്ത്. അപ്പോൾ ഈ തള്ളേനോട് അങ്ങനെ കാട്ടിയാണ്ട് ഗ്യാസിന്റെ അടുപ്പ് കത്തിക്കണ സാധനം ഓള് പൂട്ടി വെച്ച് മേലക്ക് എത്താത്തോടത്ത് വെച്ചതിന്. എന്നിട്ട് ഓള് പോയി കടന്നു. അതിൽ ഇത് പ്രശ്നം ഉണ്ടാക്കണ്ട വെച്ച് റൂം പോയി കടന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് വിറയലിളകി. ഫുഡ് കഴിക്കഴിഞ്ഞിട്ട് ഒരു ചായ വെള്ളമെങ്കിലും മധുരട്ട് കുടിച്ചാല് അതിന് നിൽക്കും എന്തെങ്കിലും കഴിക്കാന്. അപ്പോൾ ഇതിന് ഭക്ഷണം കിട്ടാത്തൊരു ദേഷ്യവും സങ്കടവും ഇത്രയും കാലം അടക്കി പിടിച്ച് കൊണ്ട് നടന്നൊരിതും ഒക്കെപ്പാടെ അത് 2 ദിവസം മുന്നേ കാച്ചി വെച്ചിരുന്നു കത്തി. അത് എടുത്താണ്ട് ഓടാണ് ഉറങ്ങി കിടക്കുന്ന റൂം ഉണ്ട്. ഞങ്ങള് അവിടെ പോയിട്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു വോയിസ് കേട്ടല്ലോ. കൊലയാളിയായിട്ടുള്ള സ്ത്രീയെ ന്യായീകരിച്ചു കൊണ്ടിട്ടുള്ള ഒരു വോയിസ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പം അങ്ങ് വളരെയധികം മെഴുകുകയാണ് ഈ സ്ത്രീ. അയൽക്കാരിയാണെന്നാണ് പറയുന്നത്. അപ്പൊ പറയുന്നു ഇൻസുലിൻ എടുത്തിട്ടിരിക്കുകയായിരുന്നു, വിശപ്പ് സഹിക്കാൻ വയ്യാതെ ചായ ചോദിച്ചിട്ട് ഈ മരുമകൾ കൊടുത്തില്ല അത്രേ. ഗ്യാസ് ഓണാക്കിയപ്പോൾ മരുമകൾ വന്ന് ഓഫ് ചെയ്തു അത്രേ. അപ്പൊ അങ്ങനെ ആ ഒരു ദേഷ്യവും വളരെ കാലം മുതലേ ഉള്ള ദേഷ്യം മനസ്സിനുള്ളിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടി പെട്ടെന്ന് വന്ന ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്തതാവാം. വളരെ നിസ്സാരമായിട്ടല്ലേ ഈ സ്ത്രീ പറയുന്നത്. ഹേ സ്ത്രീയെ, ഒരു ജീവനെടുത്ത ഒരാളെയാണ് നിങ്ങൾ ഇത്രയധികം മെഴുകി ന്യായീകരിക്കുന്നത് ഒരു ചായക്ക് വേണ്ടി. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അങ്ങനെ സംഭവിച്ചു എന്നിരിക്കട്ടെ, അവരുടെ വീട്ടിൽ ഗ്യാസ് ഓണാക്കാൻ സമ്മതിച്ചില്ലെന്നോ അല്ലെങ്കിൽ ചായ കൊടുത്തില്ലെന്നോ ഭക്ഷണം കൊടുത്തില്ലെന്നോ ഒക്കെ നിങ്ങൾ പറയുന്നത് സമ്മതിക്കാം എന്ന് കരുതി അതിനുള്ള മറ്റൊരു ഓപ്ഷൻ ജീവൻ എടുക്കുക എന്നുള്ളതാണോ? ആ അയലത്തൊന്നും ഒരു വീടുകളുമില്ലേ ഒന്ന് പോയി ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കൊടുക്കാൻ? അല്ലെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ അവരുടെ മകനോട് വിളിച്ച് പറയാലോ, ഞാനൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് എന്തെങ്കിലും ഫുഡ് മേടിച്ചുകൊണ്ട് താ എന്നെങ്കിലും പറയാമല്ലോ. ഇതൊന്നും ചെയ്യാതെ ഇപ്പം ഈ സ്ത്രീ പറയുന്നത് നമുക്കറിയാം, 100% അറിയാം ഇത് ഇവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഴുകലാണെന്ന്. ഇനി എന്ത് തന്നെ ന്യായീകരിച്ചാലും, ഇനി എത്ര തന്നെ നിങ്ങളൊക്കെ ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു സംഭവത്തെ നമുക്ക് ഈ സ്ത്രീയോടൊപ്പം നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ജീവൻ എടുത്ത ഒരു സ്ത്രീയാണ്. മരിച്ചുപോയ സ്ത്രീയുടെ 2 മക്കൾ കൂടെ ഉണ്ടായിരുന്നു. ആ മക്കളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ സ്ത്രീയെ വെട്ടിക്കൊന്നത്, മരുമകളെ വെട്ടിക്കൊന്നത്. ആ ഒരു കാഴ്ച, അത്രയും ക്രൂരകൃത്യം കണ്ട ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇനി എന്താവും? ചിലപ്പോൾ ആ കുഞ്ഞുങ്ങൾ തന്നെ ഡിപ്രഷൻ മോഡിലേക്ക് പോകും. കാരണം പെട്ടെന്ന് ഇത് താങ്ങാൻ പറ്റത്തില്ല. എത്ര നാളായാലും ചിലപ്പോൾ ഉറക്കത്തിൽ ഞെട്ടി ഉണരും. ഈ ഒരു സംഭവം ഓർത്തെടുക്കും, മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റത്തില്ല. അതുങ്ങളുടെ ഭാവി എന്താണ്? ഒരു ജീവൻ എടുക്കാനും മാത്രം അവിടെ എന്താണ്? ഒരു ചായയാണോ വിഷയം? ഒരു ചായ കിട്ടാത്തതിൻ്റെ പേരിൽ വളരെ ഈസി ആയിട്ടാണ് ഇവർ പറയുന്നത്. ആ അവർക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതെ അവരുടെ ശരീരം വിറയ്ക്കുകയായിരുന്നു. അങ്ങനെ വിറച്ച ഒരു വ്യക്തിയാണോ ഈ കത്താളെടുത്തിട്ട് ഈ വെട്ടുകത്തി എടുത്തിട്ട് ഇങ്ങനെ വെട്ടിക്കൊന്നത്? എത്ര വെട്ടി? ഒരു വെട്ടല്ലല്ലോ, പല തവണ അവർ വെട്ടി. അപ്പം വിറയിലൊന്നും ഇല്ലായിരുന്നോ? അപ്പം ഇവരുടെ കൈ പൊങ്ങിയോ വെട്ടാൻ വേണ്ടിയിട്ട്? അപ്പം അത്രയും വെട്ടാവുന്ന ഒരു സ്ത്രീക്ക് ആ ഗ്യാസ് കത്തിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നാട്ടുപുറമൊക്കെ ആണെങ്കിൽ പുറത്ത് അടുപ്പ് കൂട്ടുമല്ലോ. അടുപ്പ് കൂട്ടിയിട്ട് ഇത്തിരി വെള്ളം തിളപ്പിച്ച് കുടിക്കാമല്ലോ. അതല്ലെങ്കിൽ അയലത്തുകാരോട് ചോദിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കില്ലേ? അപ്പം അത്രയ്ക്ക് ക്രൂരിയായ അയലത്തുകാരാണോ നിങ്ങളൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാത്തെ? ഒരു സ്ത്രീയുടെ ജീവൻ പോയിട്ട് നിമിഷങ്ങളായില്ല, അതിനു മുന്നേ ന്യായീകരിച്ച് മെഴുകുകയാണ്. അപ്പോൾ ഒരു കൊലപാതകം ചെയ്ത സ്ത്രീയുടെ പോക്കും നിങ്ങൾ നോക്കിക്കേ. എന്തെങ്കിലും ഒരു വിഷമം അവരുടെ മുഖത്തുണ്ടോ? ഒരു ഭാവവ്യത്യാസമുണ്ടോ? ഒരു കുലുക്കവുമില്ല. അപ്പം ഈ 2 ദിവസം മുന്നേ ഒരു സ്ത്രീ ഇവരുടെ വീടിനടുത്തുള്ള ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ നിരന്തരം വഴക്കാണ്. ഈ വഴക്കിട്ടി മരിച്ച സ്ത്രീ അവരുടെ വീട്ടിലായിരുന്നു. മരിക്കുന്നതിൻ്റെ തലേദിവസം എന്തോ ആണ് വിളിച്ചുകൊണ്ട് വന്നത്, 2 ദിവസം മുമ്പ് എന്തോ ആണ് വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ വിളിച്ചുകൊണ്ട് വന്ന് പിറ്റേ ദിവസം തന്നെ കൊല്ലുകയായിരുന്നു. അപ്പോൾ ഇവർ കരുതി കൂട്ടിയിട്ടാണ്, അല്ലാതെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ചെയ്തതല്ല. ഇനിയിപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ ചെയ്തതാണെങ്കിലും കൊലയെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അമ്മയെ തല്ലിയാലും 2 ഭാഗമാണല്ലോ. അത് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ആ ഒരു പറയാൻ പറ്റത്തില്ല, പറയാൻ വാക്കുകളില്ല. ഒരു കൊലപാതകം ചെയ്ത ഒരു സ്ത്രീയെ ഇത്രയധികം ന്യായീകരിച്ച് മെഴുകുന്ന കേൾക്കുമ്പോൾ പൊട്ടിത്തെറിച്ചു പോവുകയാണ്. എന്താണ് ഇവരെയൊക്കെ പറയേണ്ടത്? സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ആണുങ്ങളോടാണ്. ഈ കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന നട്ടലില്ലാത്ത ആണുങ്ങളോടാണ് പറയാനുള്ളത്. പല വീടുകളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ അമ്മായിയമ്മ മരുമകൾ പ്രശ്നം. അമ്മായിയമ്മയായിരിക്കും ചിലപ്പോൾ വില്ലത്തി, അല്ലെങ്കിൽ മരുമകളായിരിക്കാം ചിലപ്പോൾ വില്ലത്തി. ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങളാണ്. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ
ഒരു വാടക വീടെടുത്ത് രണ്ടുപേരെയും രണ്ടായിട്ട് നിർത്തുക, മാറ്റി നിർത്തുക. നിങ്ങൾക്ക് കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിനെ സംരക്ഷിക്കാനും പോറ്റി വളർത്തിയ അമ്മയെ സംരക്ഷിക്കാനും കഴിയില്ല എങ്കിൽ പെണ്ണ് കെട്ടാൻ പോകരുത്. ശരിയായ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ആ വീട്ടിൽ നടക്കത്തില്ലായിരുന്നു. അതിനുള്ള അവസരം കൊടുത്തതാണ്. പല വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, നമ്മളത് ചെറിയ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയും. ഇതുപോലെ വലിയ പ്രശ്നങ്ങളിലേക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ അത് എത്തുമ്പോഴാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്, അന്നേ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു പോകുന്നത്. എന്തായാലും തള്ള നേരത്തെ സഞ്ചിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. പോലീസ് വരും, കൊണ്ടുപോകുമെന്ന് അറിയാമല്ലോ. 70 വയസ്സോളം ആയി. അപ്പം ഇനിയിപ്പം ചായ അവിടുന്ന് കറക്റ്റ് സമയത്ത് ചായയും ഭക്ഷണവും ഒക്കെ കിട്ടും. പോരാത്തതിനിപ്പം ഒരാൾക്ക് 600 രൂപയോളം എന്തോ കിട്ടുന്നുമുണ്ട്, ഡെയിലി കിട്ടുന്നുമുണ്ട്. ഇപ്പോൾ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അവിടെ ജയിലിൽ കിടക്കുന്നതെന്ന് തള്ള അങ്ങ് വിചാരിച്ച് കാണും. വളരെ കഷ്ടപ്പെട്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് അന്യൻ്റെ വീട്ടിൽ അടുക്കള വേലയ്ക്കല്ല എന്ന് ഓരോ രക്ഷിതാക്കളും വിചാരിക്കണം. ഇതൊക്കെ നമ്മൾ പലതവണ പല വീഡിയോയിൽ പറഞ്ഞതാ. പല സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ വീട്ടിലല്ലല്ലോ, അന്യൻ്റെ വീട്ടിലല്ലേ നടക്കുന്നത്. നാളെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴേ അതിൻ്റെ ദുഃഖം, അതിൻ്റെ വേദന ഒക്കെ മനസ്സിലാവത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഓരോ സംഭവം നടക്കുമ്പോൾ അത് നമ്മുടെ വീട്ടിലാണ് സംഭവിക്കുന്നതെങ്കിൽ എന്ന് ചിന്തിച്ച് നേരത്തെ അത് സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ കരുതലും നമ്മൾ ചെയ്തു വെക്കുക. എല്ലാം സംഭവിച്ചതിന് ശേഷം കിടന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു.